നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടോ, താനെല്ലാം പറഞ്ഞ് എന്നെ ഇതിലേക്ക് കൊണ്ടിട്ടിട്ട് അവസാനം ഇങ്ങനെ ഓരോന്ന് പറയരുത്. തന്റെ ധൈര്യത്തിലാ ഞാനും ഇതിനിറങ്ങിയത്. അതല്ല സച്ചേട്ടാ, സന്ദീപും ആതിരയും തമ്മിൽ ഇഷ്ടമാണെന്നുള്ളത് ശരിയാ. പക്ഷേ അനഘയും ഒരുപാട് സന്ദീപിനെ ആഗ്രഹിച്ചു കാണില്ലേ? ഒരു സന്തോഷം തരുമ്പോ മറ്റൊരു ദുഃഖം കൂടിയാണല്ലോ ഈശ്വരൻ നമുക്ക് തരുന്നത്. അതില് താൻ വിഷമിക്കുന്നുണ്ട് ഒരർത്ഥമില്ലെന്നേ ഞാൻ പറയൂ. അവന്തിയെടുത്തിയോട് സംസാരിച്ചു. അനഘയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. എന്നിട്ടും പിടിവാശി കാണിക്കുന്നല്ലേ? അതിലിപ്പോ നമുക്കൊന്നും ചെയ്യാനാവില്ല. എന്റെ ടെൻഷൻ അതല്ല. ഈ വിവാഹം മുടക്കിയാൽ മാത്രം പോരല്ല. സന്ദീപിന് ആതിരയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് ആ വിവാഹം നടത്തണ്ടേ? ബാക്കി സെന്റിമെന്റ്സ് ഒക്കെ കളയി, എന്നിട്ടൊരു വഴി പറയത്താൻ. ഞാനൊരു കാര്യം ചോദിച്ചാ സച്ചേട്ട സത്യം പറയോ? സത്യം മാത്രമേ പറയൂ. താൻ ചോദിക്കേ. സന്ദീപിന്റെ ഈ വിവാഹം മുടക്കിയിട്ട് ആതിരെ കൊണ്ട് സന്ദീപിനെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ പറയുമ്പോ എപ്പോഴെങ്കിലും എന്റെ അനിയത്തിയെ ഈ വലിയ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള എന്റെ സ്വാർത്ഥതയായിട്ട് സച്ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ഇത്രയും വലിയ ചോദ്യത്തിന് ഒറ്റ ഉത്തരത്തിൽ മറുപടി പറഞ്ഞ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നുന്നവര് തന്നെ മനസ്സിലാക്കാത്തവരായിരിക്കും. ആതിരയുടെ സ്ഥാനത്ത് സന്ദീപ് സ്നേഹിക്കുന്നത് ഏതൊരു പെൺകുട്ടിയായാലും താനിങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ താൻ കളഞ്ഞേക്ക്. തന്നെ ഞാൻ കുറച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിടോ. സത്യം പറഞ്ഞ സന്ദീപിന്റെ ആതിരയുടെയും പ്രണയകഥ കേട്ട് ഞാനും ഒരു കാമുകനായ മട്ട. അവരെ നമുക്ക് എങ്ങനെങ്കിലും ഒന്നിപ്പിക്കണം. ഇല്ലെങ്കിൽ അവർക്കത് ജീവിതാവസാനം വരെ ഭയങ്കര വിഷമമായിരിക്കും. അത് ഞാൻ പറഞ്ഞാലും തനിക്ക് മനസ്സിലാവില്ല. താൻ വിവാഹത്തിന് മുമ്പ് ആരെയും സ്നേഹിച്ചിട്ടില്ലല്ലോ. ഒരു സത്യം എന്താന്ന് വെച്ചാല്, വിവാഹത്തിന് മുമ്പ് വരെ ഞാനൊരു ഭയങ്കര കാമുകനായിരുന്നു. അതുകൊണ്ട് പിരിയുമ്പോഴുള്ള വേദന എനിക്ക് വേഗം മനസ്സിലാവും. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നടക്കേണ്ടതേ നടക്കൂ. ഈശ്വരന്റെ പദ്ധതി നമുക്കറിയില്ലല്ലോ. ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ളതാ ഏറ്റവും വലിയ വെല്ലുവിളി. 5 ദിവസത്തിനുള്ളിലെങ്കിലും നമുക്ക് ഈ വിവാഹം മുടക്കാൻ ഈശ്വരനൊരു വഴി കാണിച്ചു തന്നില്ല എങ്കിൽ അതിനെ ഒറ്റ അർത്ഥേ ഉള്ളൂ. ഒന്നിക്കേണ്ടത് സന്ദീപും അനഘയും തമ്മില. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.